ഇന്ദുലേഖ മനസ്സിലൊരു മഴവില്ലിൽ ഇന്നത്തെ നമ്മുടെ അതിഥികൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതയായ പ്രിയപ്പെട്ട നടി അമ്പിളിയും ഭർത്താവ് ലോവൽ. ലോവൽ പെട്ടെന്ന് ആ പേര് ഓർമ്മ നിൽക്കുന്നില്ല. എന്ത് വിളിക്കും വീട്ടില്? ലോലേട്ടാ, ലോലേട്ടാ, ലോവലേട്ടാ. അത് പക്ഷേ ചുരുങ്ങി ഇല്ലൊന്നും കേൾക്കില്ല. ലോവലേട്ടാ വേണ്ട, ലോലേട്ടാ. എന്താ വിളിക്കും? അമ്പി, അമ്പിളി. പെറ്റ് നെയിം ഒന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത് വീട്ടിൽ നിന്ന് തന്നെ നോണ പറയാനായിട്ട് പ്രിപ്പയർഡായി വന്നിരിക്കുന്ന ഭാര്യയും ഭർത്താവുമാണ്. ആണോ? പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്നായതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. കുറച്ച് ഇവിടെ വെച്ച് നീ എന്തൊക്കെ കല്യാണം കഴിക്കാനുള്ള പ്രായമായോ എന്ന് എനിക്ക് ഇപ്പോഴും കാണുമ്പോ തോന്നുന്നു. കുറച്ച് ആർക്കാണ്? എനിക്ക് കുറച്ച് നേരത്തെ അടിച്ചിട്ടോ. ഞാൻ MA കഴിഞ്ഞിട്ടാണ്. MA ചെയ്തോണ്ടിരിക്കുന്നതാണ്. വളരില്ലേ? എല്ലാരും ചോദിക്കുന്നതാണ്. 7ാം ക്ലാസ് വരെ എന്റെ ക്ലാസ്സില് ഏറ്റവും വലുത് ഞാനായിരുന്നു. 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് എന്റെ തോളിലുള്ള ആ ലെവലിലുള്ളവരൊക്കെ എന്നെക്കാൾ ഹൈറ്റ് വെച്ചു. ഞാൻ അങ്ങനെ നിന്നുപോയി. പക്ഷെ കുഴപ്പമില്ല, മാച്ച് ചെയ്ത ഒരാളെ കിട്ടിയത്. ഭയങ്കര ഹൈറ്റ് ഉള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടിയ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ചു. എപ്പോഴും ഇങ്ങനെ നോക്കി സംസാരിക്കും. ഇപ്പൊ ഏതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടുകളുടെ പാട്ട് ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഒരു സീരിയലേ ഉള്ളൂ. പിന്നെ നമ്മുടെ കേരളയുടെ ഫ്രഷ് ഹിറ്റ്സ്. എന്താ ഇപ്പൊ പൊതുവെ അങ്ങനെ വർക്കൊന്ന് കുറച്ചത്? അങ്ങനെ മനഃപൂർവ്വം കുറച്ചതല്ല, ശരിക്കും കുറഞ്ഞു പോയതാണ്. പലപ്പോഴും ചിലപ്പോ ഏതിന്റെങ്കിലും ഷൂട്ട് നടക്കുമ്പോഴായിരിക്കും വേറെ ഏതിനെങ്കിലും വിളിക്കുക. അപ്പൊ നമുക്ക് നേരത്തെ ഡേറ്റ് കൊടുത്താനല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പറ്റാറുണ്ട്. പിന്നെ ഞാനൊരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ കൂടെ തിരക്കാണ്. കുറെ കുട്ടികളുണ്ടോ ചോദിച്ചാൽ മെയിൻ ആയിട്ട് എന്റെ നാട്ടിലാണ്, ചവറയിലാണ്. അവിടെ 80-നും 100-നും ഇടയ്ക്ക് കുട്ടികളുണ്ട്. ഇത്രയും കുട്ടികളെ ഈ കൊച്ചു ടീച്ചർ എങ്ങനെ മേയ്ക്കും? പേടിയുണ്ടോ ഈ കൊച്ചു ടീച്ചറെ കുട്ടികൾക്ക്? അത് ഇവിടെ കാണുന്ന മുഖമായിരിക്കില്ലല്ലോ അവരുടെ മുന്നില്. എന്ത് മുഖം കാണിച്ചാലും എത്ര കാണിക്കാനാ? സൗണ്ട് മതി പിള്ളേരെ പേടിപ്പിച്ച് നിർത്താനായിട്ട്. ഈ കാന്താരി ആണെങ്കിലും ചെറുത് മതി എന്ന് പറയില്ലേ, അതേ കുട്ടികളുടെ അടുത്ത്. ഞാൻ പറയാൻ വന്നതാ, ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി ഭാര്യ കാന്താരിയാണ്. എരിയാത്ത കാന്താരി എന്തിനു കൊള്ളാം? എരിയാത്ത കാന്താരികൾ ഉണ്ടാവോ? ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് വരെ കാർഷിക കോളേജിൽ പോലും കണ്ടിട്ടില്ല. ആക്ച്വലി അമ്പിളി വന്നൊരു വരവെന്ന് പറയുന്ന യുവജനോത്സവത്തിലൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര സംസാര വിഷയമായി അങ്ങനെ ഫ്ലറിഷ് ചെയ്ത് വന്നിട്ട് പിന്നെ ഒരു വലിയൊരു ഇതില്ലാതെ അങ്ങനെ എന്താ അതിനൊരു കാരണം എന്തായിരുന്നു ശരിക്കും? എനിക്ക് അമ്പിളിക്കായിട്ട് അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്തതാണോ? അല്ല, അങ്ങനെയല്ല. എനിക്ക് ഫിലിമിലാണ് അധികം ചെയ്യാതിരുന്നിട്ടുള്ളത്. 4-5 ഫിലിംസേ ചെയ്തിട്ടുള്ളൂ. സീരിയൽ പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 9th സ്റ്റാൻഡേർഡ് തൊട്ട് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇതുവരെ ദൈവം സഹായിച്ചൊരു ഗ്യാപ്പ് ഒന്നും വന്നിട്ടില്ല. സിനിമ പിന്നെ വേണ്ടെന്നോ? അല്ല ചേച്ചി, നമ്മള് സിനിമയിലോട്ട് പോയാലുള്ള അവസ്ഥയല്ലോ നമ്മുടെ എഡ്യൂക്കേഷനും. അപ്പം എഡ്യൂക്കേഷൻ എപ്പോഴും കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഡാൻസും. അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ മാതിരി ഡേറ്റ് ക്ലാഷസ് ആയപ്പോൾ കുറേ ഫിലിംസും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ആരാദ്യം ഡേറ്റ് വരുന്നോ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വിളിച്ചൊരു മാറ്റാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കക്ഷിയാണ്. അങ്ങനെ പല ഫിലിംസും മിസ്സായിട്ടുണ്ട്. പിന്നെ 1-2 ഫിലിംസ് പ്ലാൻ ചെയ്തിട്ട് അവരുടെ ഓരോ പ്രോബ്ലം കൊണ്ട് നീട്ടി വെക്കുമ്പോഴത്തേക്ക് 1-2 ഫിലിംസിന് അഡ്വാൻസ് ഒക്കെ തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും ഓഫർ വരുന്നുണ്ടോ? ഫിലിം അങ്ങനെയൊന്നും വരില്ല, സീരിയലാണ്. പിന്നെ എന്താ പറയാ, കുറെ ഫിലിം ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ചെയ്യുമ്പോൾ നല്ല ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സീനാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എനിക്ക് ആ മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും നല്ല ക്യാരക്ടറായിരുന്നു. അതുപോലെയുള്ളൊന്നും സത്യം പറഞ്ഞാൽ വന്നിട്ടില്ലെന്ന് തന്നെ പറയാം. അങ്ങനെ പല പല റീസൺസ് തന്നെ നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് സീരിയലിൽ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനി അങ്ങനെ നല്ല ക്യാരക്ടർ വന്നാൽ അക്സെപ്റ്റ് ചെയ്യുമല്ലോ അല്ലേ? കുഴപ്പമില്ല. നമ്മുടെ ഫാമിലി ആയിട്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ വന്നാൽ എന്തോ ഫാമിലി അഡ്ജസ്റ്റ് അല്ല എന്നുവെച്ചാൽ ലോലേട്ടൻ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ആളാണ്. അപ്പൊ പോയി കഴിഞ്ഞാൽ ലോലേട്ട എന്ത് ചെയ്യുന്നു? ലോലേട്ട ഞാൻ ക്യാമറാമാനാണ്, സിനിമാറ്റോഗ്രാഫി. ആണോ? എനിക്ക് തോന്നുന്നു ഞാൻ ആ സെക്ഷനിലേക്ക് വരാത്തോണ്ട്. എന്റെ എന്ന് പറഞ്ഞ ഒരു 4 ചുമരിലെ ലോകമല്ലേ.
ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പം വിധ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് ഫിലിം, ഓ അത് ഷെഡ്യൂൾ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഷെഡ്യൂൾ കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത ഷെഡ്യൂൾ ഉടനെ ഉണ്ടാകും. ബോംബെയിലെ കൊല്ലത്തൊക്കെയാണ് ഷൂട്ട്. പിന്നെ ഡയറക്ടർ മനോജ് നിഖ്ലി എന്ന് പറഞ്ഞിട്ടൊരു മലയാളിയാണ്, ഇംഗ്ലീഷ് മൂവിയാണ്. ഒരുപാട് മലയാളം ഫിലിമിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അനിൽ നായരുടെ കൂടെ ആയിരുന്നു. അനിൽ നായരാണ് ആ അനിലിന്റെ കൂടെ. പുള്ളിയാണ് ഗുരു. ആഹാ. സ്നേഹത്തൂവൽ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു. സീരിയലിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. എന്താണ് അഭിനയിക്കാൻ പ്രശ്നമാണോ? ഇഷ്ടമല്ല അഭിനയിക്കാൻ അയ്യോ അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ വിടുന്നത്. കല്യാണം സിനിമയിൽ കഴിഞ്ഞ് അഭിനയിക്കാൻ താല്പര്യം അല്ല ചേച്ചി ഞാൻ ബുദ്ധിമുട്ടാണോ? പറഞ്ഞത് ശരിക്കും ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലയ്ക്ക് ഒന്ന് പറയും. മിണ്ടരുത്. അഭിനയിക്കാൻ ഒരു ഈ പറഞ്ഞ മാതിരി ഒരു തിരക്കിട്ട ഉം. ഒരു ഭാര്യയെ, അല്ലാതെ തിരക്കിലോടി നടക്കുന്ന ഭാര്യയെ ഒരു ഭർത്താവിന് ബുദ്ധിമുട്ടാണ്. അല്ലാതെ തിരക്കിലോടുന്ന ഭാര്യയോട് എനിക്ക് താല്പര്യമില്ല. ഇല്ല. ഇല്ല. അല്ലാതെ തിരക്കിലോടുന്ന ഭർത്താവിനോടോ? ഭർത്താവിനോടും താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഒരു ഭാര്യയ്ക്കും താല്പര്യം ഉണ്ടാവില്ല. ഒരുപാട് തിരക്കൊന്നും വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ അനുസരിക്കോ? ഇല്ലല്ലോ. തീർച്ചയായിട്ടും അനുസരിക്കോ? ഞാൻ എവിടെ? അനുസരിക്കും. ഞാനങ്ങനെ എല്ലാ പടവും ചെയ്യാറുമില്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന പടങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതുപോലെ ഇനി വരുന്ന നല്ല പടങ്ങൾ ചെയ്യും. പിന്നെ സിനിമയിലോട്ട് പോകാനായിട്ട് അമ്പിളിയെ വിടാൻ നല്ല സിനിമകൾ വന്നാൽ വിടും. അങ്ങനെ വിടില്ല എന്നല്ല, നല്ല പടങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല ക്യാരക്ടർ നമുക്ക് ഓക്കെ തോന്നുന്ന സിനിമ നമുക്കറിയാമല്ലോ എങ്ങനെയൊക്കെയാണെന്ന്. പിന്നെ കൂടെ പോകാനൊക്കെ ആൾക്കാർ വേണം. സിനിമയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും തിരക്കാണ്. ഇപ്പം അമ്പിളിയുടെ അച്ഛനാണ് ആദ്യം പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സീരിയലിനാവുമ്പോൾ പ്രശ്നമില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ആരും വരാറില്ലേ? ഇല്ല, ഇപ്പം ആരുമില്ല, ഒറ്റയ്ക്കാണ്. കുഞ്ഞമ്മ ലോലറ്റിന്റെ അമ്മയുടെ അനിയത്തിയൊക്കെ വരുമായിരുന്നു. ഇപ്പൊ പക്ഷെ ഒറ്റയ്ക്കാണ്. ട്രിവാൻഡ്രം വീട്ട് ഇവിടെ തന്നെയല്ലേ. അപ്പോൾ രാവിലെ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ ഉടനെ വീട്ടിലെത്താം. എവിടെ സ്വദേശം? ട്രിവാൻഡ്രം തന്നെയാണ്. ട്രിവാൻഡ്രം പോങ്ങുമ്പോൾ. എന്റേത് കൊല്ലം. കൊല്ലം. എന്നിട്ട് ഇവിടെ ട്രിവാൻഡ്രത്താ താമസിക്കുന്നത്? ട്രിവാൻഡ്രത്തും കൊല്ലത്തും കൂടിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന്, അതുകൊണ്ട് ഇവിടെയും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഷൂട്ടുള്ളപ്പോൾ മെയിൻലി ഇവിടെ കാണും. പിന്നെ ഇവിടെ ക്ലാസ് ഉള്ളപ്പോഴും അവിടെ ക്ലാസ് ഉള്ളപ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ ഷട്ടിലടിക്കുകയാണ്. എത്രയായി കല്യാണം കഴിഞ്ഞു? 2 വർഷം കഴിഞ്ഞു. കുട്ടികൾ പ്ലാനിങ്ങിലാണ്? ഏയ് ഇല്ല ഇല്ല ഇല്ല. നിങ്ങളെങ്ങനെ പരിചയപ്പെടുന്ന? ആര് പറയണം? നമുക്ക് കള്ളം പറഞ്ഞു തുടങ്ങാം. തുടങ്ങിക്കോളൂ. Ready? ഇനി ഇപ്പൊ മുതൽ നമ്മൾ നുണ പറയും. ഇപ്പൊ പറയൂ, രണ്ടുപേരും ഇപ്പൊ പറയുവേ. ചേട്ടൻ വന്ന് എന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. സത്യം വിളിച്ചപ്പോഴേ പറയണ്ട. ചേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ വീട്ടിൽ പോയി അമ്മയോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ അമ്മയും അച്ഛനോട് പറഞ്ഞു കല്യാണം നടന്നു. ഇതാണ് എന്ത് പറയും? അതെ. സത്യമാണ് പറഞ്ഞത്. ആ പരിപാടി കഴിയിരിക്കും. സ്നേഹത്തോൽ എന്ന് പറഞ്ഞ സീരിയലിലാണ് ഇഷ്ടമാവുന്നത്. അത് ഈ പറഞ്ഞ കണക്ക് എനിക്ക് തന്നെയാണ് ഇഷ്ടം തോന്നിയത്. എന്താ ഇഷ്ടം തോന്നുന്നത്? കൊച്ചുകുട്ടിയായ കൊച്ചുകുട്ടിയായതുകൊണ്ടും ഈ ലൊക്കേഷനിൽ ഭയങ്കര ചിരിയും പിന്നെ എപ്പോഴും കരയുന്ന ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. അമ്പിളിക്ക് മിക്കവാറും കിട്ടുന്ന എല്ലാം കരയുന്ന ക്യാരക്ടറാണ്. ഞാൻ വിചാരിച്ചു എപ്പോഴും വീട്ടിൽ കരഞ്ഞു വീട്ടില് കഴിപ്പിക്കാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആളിപ്പോ സിമ്പിളാണ്, ഭയങ്കര ചിരിയാണ്. അതൊക്കെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. ഭയങ്കര കരച്ചിലും ഭയങ്കര ചിരി. വീട്ടിൽ ഭയങ്കര ചിരി, ക്യാരക്ടർ കരച്ചിലും. ക്യാരക്ടർ കരച്ചിൽ, അങ്ങനെ ഇഷ്ടം തോന്നിയതാ. ലൊക്കേഷനിലുള്ള ഒരു അപ്പൊ കുറച്ച് സൈസ് ഉള്ള ഒരു അമ്പിളിയായിരുന്നെങ്കിൽ ഇഷ്ടപ്പെടത്തില്ലായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോ കൊച്ചുകുട്ടിയെ പോലെ തോന്നി. ഇങ്ങനെ എപ്പോഴും കരയുന്ന കഥാപാത്രം, പിന്നെ എപ്പോഴും എല്ലാവരുടെ ചിരിച്ച് സംസാരിക്കും. ഇതെല്ലാം കുറച്ച് ബോൾഡായിട്ട് ഒരു സംസാരിക്കുന്ന പെണ്ണാണെങ്കിൽ ലോലേട്ടന് ഇഷ്ടപ്പെടില്ലേ? മിക്കവാറും ഞാൻ എന്തായാലും ചാൻസ് ഭയങ്കര ബുദ്ധിമുട്ട് ലോലേട്ടെന്ന് വിളിക്കുന്ന കേട്ടപ്പോ